അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ അർജുൻ ആൻഡ് TRP എന്നൊരു സംഭവമാണ്. അർജുനൻ്റെ ചാനൽ TRP. ശരിക്കും എല്ലാവരും വിചാരിക്കും എന്താണ് ഈ സംഭവം എന്നുള്ളത്, എന്താണ് ഈ TRP അർജുനായിട്ട് ബന്ധപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ അവിടെ കർണാടകയിൽ ആ ഒരു ദുരന്തമുണ്ടായപ്പോഴത്തേന് നമ്മുടെ ഈ എല്ലാ മീഡിയക്കാരും വഴിയാണ് എല്ലാവരും എല്ലാ വിഷയങ്ങളും അറിഞ്ഞത്. മീഡിയക്കാരുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇത്രയധികം സന്നാഹങ്ങളും അവിടെ ഉണ്ടാകാൻ കാരണം. ഇത്രയധികം മീഡിയക്കാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയധികം രക്ഷാപ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കാൻ സാധ്യതയില്ലായിരുന്നു എന്നുള്ളത് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. അതായത് കർണാടകയിലെ ഇതുപോലെ ദുരിതത്തിൽ ആ ഒരു അപകടത്തിൽ പെട്ട ആൾക്കാരുടെ ബന്ധുക്കൾ തന്നെ പറയുന്നു, അർജുൻ ഇല്ലായിരുന്നുവെങ്കിൽ, കേരള മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ സർക്കാർ അവിടുത്തെ റോഡിലെ മണ്ണ് മാറ്റി അതുവഴി വണ്ടി ഓടിച്ചു വിട്ടാനെ ആരും നോക്കത്തില്ലായിരുന്നു എന്നുള്ളത്. കേരളത്തിലെ മീഡിയയും അർജുനും അതിനകത്തുള്ളതുകൊണ്ടാണ് ഇത്രയും തെരച്ചിൽ നടന്നതും അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ ബന്ധുക്കളുടെ ശരീരഭാഗങ്ങൾ തിരിച്ച് കുടുംബത്തിന് കിട്ടിയത്. വിഷയം ഒരു ചർച്ച ഫുൾ ടൈം 24/7 ചർച്ചയാക്കി TRP കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാനലുകാർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ സ്നേഹം എന്നതിലുപരി TRPക്ക് വേണ്ടി നടന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഒരു ചാനൽ എന്നല്ല, എല്ലാ ചാനലും ഏകദേശം ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 19 തീയതി തൊട്ടാണ്, കഴിഞ്ഞ മാസം 19 തീയതി തൊട്ട്, അതായത് ജൂലൈ 19 തീയതി തൊട്ടാണ് എല്ലാവരും ഈ അർജുൻ്റെ വിഷയം എല്ലാ ചാനലുകാരും കൂടുതലായിട്ട് ഏറ്റെടുത്ത് തുടങ്ങിയത്. അതായത് അപകടം തുടങ്ങി 4 ദിവസം ആയതിനു ശേഷം തൊട്ട്. അപ്പോൾ അത് തൊട്ട് ഇങ്ങോട്ട് പല പല ഫേക്ക് തംബ്നെയിൽസ് കൊടുത്തിട്ട് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ആൾക്കാർ കയറാൻ വേണ്ടി, ആൾക്കാർ അവരുടെ ചാനൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകളാണ് പലരും കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ദിവസം ഒരു ചാനൽ കൊടുത്തത്, അത് ഏത് ചാനൽ നിർത്തി ഓർക്കുന്നില്ല, റിപ്പോർട്ടറാണോ ന്യൂസ് എയ്റ്റിനാണോ, ഇവരിലാരോ ഒന്നാണ്, അർജുനെ കണ്ടെത്തി എന്ന് പറഞ്ഞ തംബ്നെയിൽ കൊടുത്തു. അവരുടെ ബാക്കി അതുവരെ ബന്ധപ്പെട്ട എല്ലാ ന്യൂസിനുമുള്ള വ്യൂസ് ഒരു മാക്സിമം 70,000, 80,000 അല്ല 1.5 ലക്ഷം. പക്ഷെ ആ ഒരു 3.25 മിനിറ്റുള്ള ഒരു വീഡിയോയുടെ ദൈർഘ്യം, ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസ് എന്ന ശേഷം 37 ലക്ഷത്തിന് മേലെയായിരുന്നു ഞാൻ അന്ന് നോക്കുന്ന സമയത്ത്. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയിട്ട് ആ വീഡിയോ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, ഇല്ലായിരുന്നെങ്കിൽ ഈ കൂട്ടത്തിൽ കാണിച്ചു തരായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈ 25-ാം തീയതി 24-25 അർജുൻ്റെ ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് തംബ്നെയിലിടുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് കണ്ടാൽ മനസ്സിലാകും, അർജുൻ്റെ ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണിത്. ഇതിന് ശേഷമുള്ള താഴെയുള്ള കമൻസോടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ കമൻസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അവരിട്ടേക്കുന്ന ന്യൂസ് ഫേക്കാണ്. അകത്ത് കയറി നോക്കുമ്പോൾ ലോറിയുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് കാണിക്കുന്ന ചാനൽ മാത്രമല്ല, എല്ലാ ചാനലുകളും അവരുടെ സ്ക്രീൻഷോട്ടിലോ അല്ലെങ്കിൽ അവരുടെ തംബ്നെയിലോ അവരുടെ ചാനലിനകത്തൊരു ബ്രേക്കിംഗ് ന്യൂസ് പോലെയോ അല്ലെങ്കിൽ ചാനലിനകത്ത് മേലെ റൈറ്റ് സൈഡ് കോർണറിൽ ഒരു ന്യൂസ് പോലെയൊക്കെ എല്ലാ ചാനലുകളും ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ലിങ്ക് കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കായിട്ട് നമ്മൾ കയറി കാണുന്നത്, ബന്ധപ്പെട്ടതാണെന്ന് കരുതി കയറി കാണുന്നത്. പക്ഷെ അതുപോലും അല്ലാത്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ട് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഓരോ ചാനലുകാരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും ഇത് ഈ ചാനലിൽ എന്താണ് ചെയ്തിരിക്കുന്നതും എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. ഈ ഫോട്ടോയിൽ കണ്ട ചാനലുകൾ മാത്രമല്ല, എല്ലാ ചാനലുകളും ഇതുപോലെയൊക്കെയാണ്. അന്ന് അവരുടെ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഇല്ലെന്നെ ആ തെളിവെല്ലാം കാണിക്കുന്നത്. എല്ലാ ചാനലിലും മലയാളത്തിലുള്ള എല്ലാ ചാനലുകളിലും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് എല്ലാവരും ന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ തംബ്നെയിലിൽ അല്ലെങ്കിൽ റൈറ്റ് ചാനൽ ഇവിടെ ലൈവ് ചെയ്യുന്നതിനിടയിൽ മുകളിൽ റൈറ്റ് സൈഡ് കോർണറിൽ ലോറി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇന്നീ നിമിഷം വരെ കേട്ടിട്ടില്ല. എന്നിട്ട് പോലും ഒരുപാട് ഫേക്ക് ന്യൂസുകൾ അന്നേ പടച്ചു വിട്ടിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രം ചെയ്തിട്ടുണ്ട് എല്ലാ ചാനലുകളും.